ഇന്ന് 2015 മാർച്ച് 31 തീയതിയാണ്. അങ്ങനെ മാർച്ച് മാസം കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. 2015 തുടങ്ങിയതേ നമുക്ക് ഓർമ്മയില്ല, അപ്പോഴേക്കും 3 മാസം കഴിഞ്ഞിന്. നാളെ ഏപ്രിലായി. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച 1190 മീനമാസം 17 തീയതിയാണ്. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് യമനിൽ കുടുങ്ങിയ 400 പേരെ ഇന്ന് ജിബൂട്ടിയിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അവരെ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ കൊണ്ടുവരാനായിട്ട് സേനാ വിമാനങ്ങൾ എന്താ പറയുക രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നൊരു വാർത്തയും കൂടിയുണ്ട്. നമുക്കതിലേക്കൊന്ന് കടക്കാം. നാവികസേനയുടെ 2 കപ്പലുകൾ കൂടി മേഖലയിലേക്ക്. പ്രധാനമന്ത്രി സൗദി രാജാവുമായി സംസാരിച്ചു എന്നും കൂടെ വാർത്തയിൽ പറയുന്നുണ്ട്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായത്തോടെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ചൊവ്വാഴ്ച തുടങ്ങും. ഒഴിപ്പിക്കലിന് സൗദി അറേബ്യയുടെ സഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേടി. തിങ്കളാഴ്ച രാത്രി പ്രധാനമന്ത്രി സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദുമായി ഫോണിൽ സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. 400 ഇന്ത്യക്കാരെ യമനിലെ ഏഡൻ തുറമുഖത്ത് നിന്ന് കപ്പൽ മാർഗം ചൊവ്വാഴ്ച യമന്റെ അയൽ രാജ്യമായ ജിബൂട്ടിയിൽ എത്തിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള കപ്പലുകൾ ഒരാഴ്ചയ്ക്കകം യമനിലെത്തുമെന്നും ഇതിനോടുകൂടെ കൊടുത്തിട്ടുണ്ട്. യമനിൽ യുദ്ധഭൂമിയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട 2 കപ്പലുകളും ഒരാഴ്ചയ്ക്കകം അവിടെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. MV കവരത്തി, MV കോറൽസ് എന്നീ കപ്പലുകളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നാവികസേനയുടെ നിയന്ത്രണത്തിലാണ് കപ്പലുകളുടെ യാത്ര. മുംബൈയിൽ നിന്ന് 2 നാവികസേനാ കപ്പലുകൾ കൊച്ചിയിൽ നിന്ന് പോയ കപ്പലുകളെ അനുഗമിക്കുമെന്നാണ് പറയുന്നത്. ഈ 2 കപ്പലുകളിലുമായിട്ട് 1200 പേരെ രക്ഷപ്പെടുത്താനാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനാകും എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, കേരളത്തിൽ 3 പദ്ധതികളിൽ കൂടി UAE നിക്ഷേപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ശരിക്കും പ്രതീക്ഷാവഹമായിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ്. നമുക്ക് നോക്കാം. കേരളത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിലെ 3 വൻകിട പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ UAE സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചു. പദ്ധതികൾ ഏതായിരിക്കണമെന്ന് കേരളത്തിന് തീരുമാനിക്കാം. ദുബായിൽ തിങ്കളാഴ്ച ആരംഭിച്ച 3 ദിവസത്തെ ആഗോള നിക്ഷേപക സംഗമത്തിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി UAE സാമ്പത്തിക കാര്യമന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂരിയുമായി നടത്തിയ പ്രത്യേക ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കാര്യം പ്രഖ്യാപിച്ചതുമെന്നുമാണ് വാർത്തയിൽ പറയുന്നത്. കേരളത്തിൽ വെച്ച് വിശദമായ ചർച്ച നടത്തിയ ശേഷം പദ്ധതികളുടെ മാസ്റ്റർ പ്ലാനുകളുമായി UAE സർക്കാരിനെ സമീപിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ചു. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന് ഷെയ്ഖ് മുഹമ്മദ് എത്തും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുമുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കേരളത്തിന്റെ ക്ഷണം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്വീകരിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ ഷെയ്ഖ് സയ്യിദ് ഹാളിൽ ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരെ ഷെയ്ഖ് മുഹമ്മദ് പരിചയപ്പെടുത്തുന്നതിനിടയിലായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. വളരെ ശ്രദ്ധാപൂർവ്വം സ്മാർട്ട് സിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് കേട്ടു. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ പങ്കെടുക്കാമെന്നും സമ്മതിച്ചതായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചുമെന്നുമാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു ചെറിയൊരു വാർത്തയുള്ളത്, നാളെ മുതൽ നാട്ടിൽ KSRTC നിരക്ക് കൂട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. പക്ഷേ അത് കൂട്ടുന്നത് 15 രൂപയ്ക്ക് മേലുള്ള ടിക്കറ്റുകളിൽ മാത്രമേ വർധന ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. നാളെ മുതൽ, അതായത് ഏപ്രിൽ 1 മുതലാണ് നിരക്ക് വർധന പ്രാബല്യത്തിൽ വരിക എന്നും പറയുന്നുണ്ട്. അതുപോലെ 25 മുതൽ 49 വരെയുള്ള ടിക്കറ്റുകൾക്ക് 2 രൂപയും 50 മുതൽ 74 വരെ 3 രൂപയും 75 മുതൽ 99 വരെയുള്ള ടിക്കറ്റുകൾക്ക് 4 രൂപയും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, LD ക്ലർക്ക് പട്ടികയിൽ 48,000 പേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടിയുണ്ട്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് നിയമനത്തിനുള്ള റാങ്ക് പട്ടിക തിങ്കളാഴ്ച അർദ്ധരാത്രി PSC പ്രസിദ്ധീകരിച്ചു. 48,000-ഓളം പേർ പട്ടികയിലുണ്ട്. 2012 മാർച്ച് 30 പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക ഇതോടെ റദ്ദായി എന്നും പറയുന്നുണ്ട്. പുതിയ പട്ടിക വേണമെങ്കിൽ www.keralapsc.gov.in എന്ന് പറഞ്ഞിട്ടുള്ള PSCയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പരിശോധിക്കാം. ആദ്യമായിട്ടാണ് PSC ഒരു റാങ്ക് പട്ടിക അർദ്ധരാത്രിയിൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത്, ആരോപണ ശരങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ട് കൂടിയിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. ഇബ്രാഹിം കുഞ്ഞും സ്റ്റാഫും കോടികളുടെ അഴിമതി നടത്തിയെന്ന് ഗണേഷ് കുമാർ. അതുപോലെ തന്നെ 3 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ തെളിവ് നൽകിയെന്ന് ബിജു രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആരോപണങ്ങളെ കുറിച്ചാണ് വാർത്ത. ആദ്യത്തെ വാർത്ത നമുക്ക് നോക്കാം. മരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനും പേഴ്സണൽ സ്റ്റാഫിലെ 3 പേർക്കുമെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് കേരള കോൺഗ്രസ് BM ലോകായുക്തയിൽ MLA KB ഗണേഷ് കുമാർ ലോകായുക്തയിൽ മൊഴി നൽകി.
അഴിമതിക്കാരായ മറ്റു മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പേര് വിവരം ഉടൻ വെളിപ്പെടുത്തുമെന്നും മൊഴി നൽകിയ ശേഷം പുറത്തിറങ്ങിയ ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുവെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു വാർത്തയുള്ളത്, ധനമന്ത്രി KM മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ബിജു രമേശ് മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. എക്സൈസ് മന്ത്രി K ബാബു ഉൾപ്പെടെ 3 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെയും തെളിവ് നൽകിയതായി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ബിജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പത്രത്തിലെ മാതൃഭൂമിയിലെ മലയാള മനോരമയിലൊക്കെ അത് ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എഡിറ്റോറിയൽ പേജിലേക്ക് വരാം. മലയാള മനോരമയിലെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിരിക്കുന്ന ലേഖനം കാക്കിയുടെ ശുദ്ധി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. പോലീസിലെ അവിശുദ്ധ ബന്ധങ്ങൾ അറുത്തുമാറ്റണമെന്നുമാണ് ലേഖനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളികളെ പിടികൂടേണ്ടവർ തന്നെ അഴിമതിയുടെ കറ പുരണ്ട കൈകൾ കൊണ്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് നീതിയാണ്, അപമാനിക്കപ്പെടുന്നത് കേരള പോലീസും. നീതി നിർവഹണത്തിന്റെയും നിയമപാലനത്തിന്റെയും അഭിമാന പാരമ്പര്യമുള്ളതാണ് നമ്മുടെ പോലീസ് സേന. പക്ഷേ അർപ്പിത സേവനം ചെയ്യുന്നവർക്ക് മുഴുവൻ അപമാനമുണ്ടാക്കി സേനയിൽ ചിലരെങ്കിലും അഴിമതി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന കറുത്ത കാഴ്ചകളാണ് ഒരു ലേഖനത്തിലൂടെ പത്രം കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിമിനലുകളും മാഫിയകളുമായുള്ള പോലീസിന്റെ അവിശുദ്ധ ബന്ധത്തിലെ കഥകളാവട്ടെ മലയാളിയുടെ സ്വസ്ഥത കെടുത്താൻ പോകുന്നതും ആ കൂട്ടുകെട്ടുകളിൽ ചില രാഷ്ട്രീയക്കാരുമുണ്ട് എന്നും കൂടെയാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുറ്റകരമായ ശ്രദ്ധക്കുറവാണ് ചില കേസുകളിൽ പോലീസ് കാണിക്കുന്നത്. സംസ്ഥാനത്തെ പോലീസുകാരിൽ കളങ്കിതരുടെ പട്ടിക അധികൃതർ തന്നെ പുറത്തുവിട്ടത് പരിശോധിച്ചാൽ സേനയുടെ അപജയം വ്യക്തമാകുമെന്നാണ് പറയുന്നിരുന്നത്. പോലീസുകാർ പ്രതികളായ കേസുകൾ വർദ്ധിക്കുകയാണ്. അത്തരം കേസുകൾ വൈകിപ്പിക്കുകയും പിന്നീട് നടപടിയൊന്നുമില്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് പതിവാണ് താനും എന്നുകൂടെ പറയുന്നുണ്ട് ലേഖനത്തിലൂടെ മലയാള മനോരമ. എന്തായാലും എന്താ പറയുക, നിയമം സംരക്ഷിക്കേണ്ടവർ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവർ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന അതിലൂടെയെങ്കിലും അങ്ങനത്തെ ആ ഒരു രീതിക്ക് മാറ്റം വരട്ടെ എന്ന് നമുക്ക് എന്താ പറയുക ആശിക്കാം അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്പോർട്സ് പേജിലേക്കാണ് കിടക്കുന്നത്. ലോകകപ്പ് വിശേഷങ്ങളെല്ലാം അവസാനിച്ചു. എന്നാലും ആ ഒരു പൂരത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ, പൂരത്തിന് ശേഷവും ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2015 ലോകകപ്പിൻ്റെ ഒരു അവലോകനം എന്ന് പറഞ്ഞ രീതിയിൽ മനോരമ കുറച്ച് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം കൊടുക്കുന്നത് കടൽ കടന്ന വിവാദം എന്ന് പറഞ്ഞിട്ട് കോഹ്ലിയുടെയും അനുഷ്കയുടെയും ഒരു ഫോട്ടോയോട് കൂടെയുള്ള വാർത്തയാണ്. കോഹ്ലി അനുഷ്ക ബന്ധമായിരുന്നു ലോകകപ്പിന്റെ മസാലക്കൂട്ട്. അനുഷ്കയുടെ NH10 സിനിമ കണ്ട് കോഹ്ലി ട്വിറ്ററിൽ അഭിനന്ദിക്കുന്നു. തൊട്ടു പിന്നാലെ ഓസീസിനെതിരെ ഇന്ത്യയുടെ മത്സരം കാണാൻ അനുഷ്ക പറന്നെത്തുന്നു. ഒരു റൺ മാത്രം എടുത്ത് കോഹ്ലി പുറത്തായതോടെ അനുഷ്കയായി പ്രതി. സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുഷ്കയെ ഇന്ത്യൻ ആരാധകർ വധിച്ചു, എന്നാൽ കോഹ്ലി കുലുങ്ങിയില്ല. മുംബൈയിൽ അനുഷ്കയുടെ കൈ പിടിച്ച് വിമാനമിറങ്ങിയതോടെ വിമർശകർ ബോൾഡ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാണവരും വീണവരും എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെയുണ്ട്. ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും ലോകകപ്പ് ഇംഗ്ലണ്ടിന് വലിയ കടമ്പയാണ്. ബംഗ്ലാദേശിനോട് തോറ്റ അവർ ഇത്തവണ പ്രാഥമിക റൗണ്ടിൽ തന്നെ മടങ്ങി. സഹതാപമല്ല, പരിഭവമാണ് അവരോട് തോന്നുന്നത്. അർഹിച്ച വീഴ്ച. വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച അയർലൻഡ് ലോകകപ്പിൽ വണ്ടർലാൻഡായി. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ വൻ വേദിയിൽ വിലാസം അറിയിച്ചു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിച്ചിലെ തീക്കാറ്റ് എന്നാണ് പറയുന്നത് മറ്റൊരു വാർത്തയെ. വഹാബ് റിയാസ് ഷെയ്ൻ വാട്സൺ പോരാട്ടം, ഇതിനെയാണ് പിച്ചിലെ തീക്കാറ്റ് എന്ന് പറയുന്നത്. പിച്ചിലെ പോരാട്ടങ്ങളിൽ ഇതിലും മനോഹരമായൊരു മുഹൂർത്തം ലോകകപ്പിലുണ്ടോ? ആക്രമണ ശൈലിയുടെ ആശാനായ വാട്സനെ ക്രീസിൽ നിർത്തിപ്പൊരിച്ചു വഹാബ്. ബൗണ്ടറി ലൈനിൽ റാഹത്ത് അലി ആ ക്യാച്ച് വിട്ടിരുന്നില്ലെങ്കിൽ കളി മാറിയേനെ എന്നും പറയുന്നുണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കി മിണ്ടാതെ കളിച്ച വാട്സൺ അർദ്ധ സെഞ്ചുറിയുടെ ഓസീസിനെ വിജയത്തിൽ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെട്ടോറി എന്ന വെറ്ററർ എന്നും ഒരു ചെറിയൊരു വാർത്തയും കൂടിയുണ്ട്. യുവതാരങ്ങളുടെ തിളപ്പിനിടയിലും പതിറ്റാണ്ടിന്റെ പരിചയ സമ്പത്തുള്ള ന്യൂസിലാൻഡിന്റെ ഡാനിയൽ വെട്ടോറി ലോകകപ്പ് താരങ്ങളിൽ ഒന്നായി. 9 മത്സരങ്ങളിൽ നിന്ന് 20.46 ശരാശരിയിൽ 15 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ മാർലോൺ സാമുവൽസിന്റെ ഷോർട്ട് തേർഡ് മാൻ ബൗണ്ടറിക്കരികിൽ ഉയർന്നു ചാടി ഒറ്റ കൈ കൊണ്ട് പിടിച്ചപ്പോൾ ഒരു സംശയം, വെട്ടോറിക്ക് എത്ര വയസ്സായി? 36ഓ 25ഓ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2015 ഈ ഒരു ലോകകപ്പിന്റെ ചെറിയ അവലോകനം എന്ന രീതിയിൽ കുറച്ച് എന്താ പറയുക നടന്നിട്ടുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യൻ താരങ്ങളില്ലാതെ ICC 11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ച ലോകകപ്പ് 11-ൽ ഒരു ഇന്ത്യൻ താരം പോലുമില്ല. ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ താരങ്ങളെക്കാൾ റണ്ണേഴ്സ് അപ്പ് ആയ ന്യൂസിലൻഡ് താരങ്ങൾ ഇടം കണ്ടെത്തിയ ടീമിന്റെ ക്യാപ്റ്റൻ അവരുടെ തന്നെ ക്യാപ്റ്റൻ ബ്രണ്ടൻ മക്കല്ലമാണ്.
ആക്രമണാത്മക ശൈലിയും താരങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള മിടുക്കും തന്ത്രങ്ങളിലെ പരീക്ഷണങ്ങളുമാണ് മക്കല്ലത്തെ ഈ ജോലി യോഗ്യനാക്കുന്നതെന്ന് ICC അറിയിച്ചുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളൊന്നും തന്നെ ICC 11 കയറാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, പ്രസിഡന്റിന്റെ അവകാശം ശ്രീനിവാസൻ കൈയടക്കി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ലോകകപ്പ് ട്രോഫി നൽകിയതിനെ കുറിച്ചൊരു വിവാദവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ N ശ്രീനിവാസന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്ത പ്രസിഡന്റ് മുസ്തഫ കമാൽ രംഗത്ത്. കൗൺസിലിന്റെ ഭരണഘടന പ്രകാരമുള്ള അവകാശം തനിക്ക് നിഷേധിച്ച് ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾക്ക് ട്രോഫി ചെയർമാൻ കൈമാറിയതിന് പിന്നിലെ കള്ളക്കളികൾ വെളിപ്പെടുത്തുമെന്ന് കമാൽ വ്യക്തമാക്കി. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനുള്ളിൽ ഏറെ കാലമായി പുകയുന്ന അധികാര വടംവലിയാണ് കമാലിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു എന്നുകൂടെയുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സ്പോർട്സ് പേജിലെ വിശേഷങ്ങൾ എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗൾഫ് വാർത്തകളിലേക്ക് കടക്കാം. ഗൾഫ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ആദ്യം പ്രധാന വാർത്തയായിട്ട് വായിച്ചു. ഇവിടെ തിങ്കളാഴ്ച ദുബായിൽ നടന്ന ചർച്ചയിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നതും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദിനും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനുമൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വാർത്തയിലേക്കൊന്ന് കടക്കാം. സ്മാർട്ട് സിറ്റി ആദ്യഘട്ടം ഉദ്ഘാടനം ജൂണിൽ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. രണ്ടാം ഘട്ട നിർമ്മാണവും ഉടനെ തന്നെ ഇന്നുണ്ട്. IT രംഗത്തെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ജൂണിൽ നടക്കും. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനും ഇതോടൊപ്പം തുടക്കമാകും എന്ന് പറയുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിലേക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിൽ സന്ദർശിച്ച് ക്ഷണിച്ചു എന്നും പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പ്രധാന വാർത്തയായിട്ട് വായിച്ചൊരു വാർത്തയാണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, അനുമതി കിട്ടിയില്ല, യമനിലേക്കുള്ള വിമാനങ്ങൾ മസ്കറ്റിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് നോക്കാം. രക്ഷാദൗത്യവുമായി പോയ ഇന്ത്യൻ വിമാനങ്ങൾക്ക് തിങ്കളാഴ്ച യമനിൽ പ്രവേശിക്കാനായില്ല. യാത്രാമധ്യേ ഒമാനിലെത്തിയ 2 ഇന്ത്യ വിമാനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിക്കാൻ വൈകിയതാണ് കാരണം. ചൊവ്വാഴ്ച കാലത്ത് പുറപ്പെടാനാവുമെന്ന് മസ്കറ്റിലെ എയർ ഇന്ത്യ കൺട്രി മാനേജർ BP കുൽക്കർണി അറിയിച്ചും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, വിദേശികൾക്ക് UAE പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി UAEയിൽ താമസിക്കുന്ന വിദേശികൾക്ക് സ്വത്തുക്കളിലും സ്ഥാപനങ്ങളിലും 100% ഉടമസ്ഥാവകാശം നൽകുന്ന നിയമം നടപ്പാക്കുമെന്ന് UAE സാമ്പത്തിക കാര്യമന്ത്രി സുൽത്താൻ അൽ മൻസൂരി വ്യക്തമാക്കി. ദുബായിൽ ആരംഭിച്ച 5ാമത് നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഈ ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യ സൗരോർജ്ജ വിമാനമായ സോളാർ ഇമ്പൾസ് 2 ഇന്ന് ചൈനയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടെയുണ്ട്. സൗരോർജ്ജത്തിൽ ലോകസഞ്ചാരം എന്ന ലക്ഷ്യവുമായി അബുദാബിയിൽ നിന്ന് യാത്ര ആരംഭിച്ച സോളാർ ഇമ്പൾസ് 2 വിമാനം ചൊവ്വാഴ്ച ചൈനയിലെത്തും, അതായത് ഇന്ന്. തിങ്കളാഴ്ച രാവിലെ മ്യാൻമറിലെ മാണ്ടല അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നാണ് സോളാർ ഇമ്പൾസ് 2 ചൈനയിലേക്ക് യാത്ര തിരിച്ചത്. ചൈനയിലെ ചോങ്ക്യൂനാണ് ആദ്യ ലക്ഷ്യസ്ഥാനം എന്നും പറയുന്നുണ്ട്. തുടർന്ന് ചൈനയിലെ തന്നെ നൻജിങ് പട്ടണത്തിലും സോളാർ ഇമ്പൾസ് ഇറങ്ങും എന്നുമാണ് വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളും അതുപോലെ തന്നെ സ്പോർട്സ് ന്യൂസും ഗൾഫ് വിശേഷങ്ങളും പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം തന്നെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു ദിർഹത്തിന് 16 രൂപ 94 പൈസയാണ്. ഇന്നലെ വൈകിട്ട് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ 16 രൂപ 95 പൈസയായിരുന്നു. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 143 ദിർഹം 75 ഫിൽസ് ആണ് ഇന്നത്തെ റേറ്റ്. അതുപോലെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 136 ദിർഹം 50 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ പത്രങ്ങളിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയൊരു യാത്രയ്ക്ക് പറ്റിയൊരു സ്ഥലവുമായിട്ടുള്ള അറൗണ്ട് ദ വേൾഡും അതുപോലെ തന്നെ നല്ലൊരു വാചകവും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം ഇതേ സമയം രാവിലെ 9:30 മുതൽ 10 മണി വരെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.